ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വർഷയും വിവേകും അവിടെ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ രാത്രിത്തെ തണുപ്പ് ഒഴിവാക്കാനായിട്ട് തീയൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വർഷ പറയുന്നുണ്ട്, ചന്ദ്രദാസിനെയൊക്കെ അടിച്ചോടിക്കുന്ന കണ്ടുകഴിഞ്ഞപ്പം ഞാനൊരു ഹീറോ ആണെന്നാണ് വിചാരിച്ചത് വിവേക്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താനൊരു ബിഗ് ഹീറോ ആണല്ലോ എന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, എനിക്ക് മനുഷ്യനെ യാതൊരു പേടിയുമില്ല, അതുപോലല്ല മൃഗങ്ങൾ. പണ്ടൊരിക്കൽ ഞാൻ ടൂറിന് പോയ സമയത്ത് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാനും ഒരു ഫ്രണ്ടും കൂടി അങ്ങ് കറങ്ങാൻ പോയിരുന്നു. ആ സമയത്താണെങ്കിൽ ഒരു ഒറ്റയാനെ കണ്ട് അതെനിക്കൊരു വല്ലാത്ത മെൻ്റൽ ട്രോമയുണ്ടാക്കി. കുറേ നാൾ ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ട അവസ്ഥ വരെ വന്നിരുന്നു എന്ന് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ പറയതായിരുന്നു, സോറി എന്ന് പറയുന്ന സമയത്ത് താൻ സോറി ഒന്നും പറയേണ്ടെന്ന് വിവേക് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിവേക് വർഷയോട് പറയുന്നുണ്ട്, കാറിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട്, കാറിലൊന്നും കിടക്കുന്നില്ല, ഇന്നിനിയിപ്പം ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാം, ഇന്നെനിക്ക് ഉറക്കമൊന്നും വരുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, എനിക്കും ഇന്ന് ഉറക്കം വരുന്നില്ല, നമുക്ക് നേരം വെളുക്കുന്നത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട്, തനിക്ക് ഇവിടെ താമസിച്ചിട്ട് അങ്ങനെ ഒരു അനുഭവം ഇല്ലേ, മൃഗങ്ങളെ ഒന്നും പേടിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എനിക്ക് മൃഗങ്ങളെ ഒന്നും പേടിയില്ല, എനിക്ക് ചില പ്രത്യേക മനുഷ്യരെ അതുപോലെ ഞങ്ങളുടെ പ്രകൃതിയുമാണ് പേടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വർഷ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് വിവേക് വർഷയുടെ മനസ്സ് മാറ്റാനായിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് എന്ത് കഴിക്കാൻ കിട്ടാനാന്ന് പറയുന്നുണ്ട്. തനിക്ക് മുന്നേ വിശക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നാരായണിയമ്മ കുറേ കപ്പയും മീനും തന്നയിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിവേക് എടുത്തുകൊണ്ട് വന്ന് വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സ്പൂൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പൂൺ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ വാരിത്തരാമെന്ന് പറഞ്ഞ് വിവേക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിവേക് കഴിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം കഴിക്കുന്നില്ല, താൻ കഴിച്ചു കഴിഞ്ഞിട്ട് മിച്ചം ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അത് വേണ്ട, താനും കൂടി കഴിക്കുമെന്ന് പറയുന്ന സമയത്ത് ഞാൻ കഴിക്കണമെങ്കിൽ താൻ എനിക്ക് വാരി തന്നാൽ മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശാഠ്യം പിടിച്ച് കഴിക്കാതിരിക്കുന്ന വിവേകിന് വർഷ വാരി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, താൻ വാരി തരുന്നുണ്ട്, പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ചുമ്മാ ഇരുന്ന് തള്ളല്ലേന്ന് വർഷ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അങ്കിത്താണെങ്കിൽ ശിവനന്ദയെ ഗുണ്ടകളുടെ മുമ്പിൽ നിന്ന് രക്ഷിച്ച് വീട്ടിലെത്തിക്കുന്നുണ്ട്. അങ്ങനെ അങ്കിത്ത് ശിവനന്ദയ്ക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയവും ശിവനന്ദയുടെ മുഖത്താണെങ്കിൽ ഒരു പ്രസാദവും ഇല്ല. ശിവനന്ദ വളരെയധികം ദേഷ്യത്തിലും വിഷമത്തിലും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്കിത്ത് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്തോ ഇത്ര കൂടുതൽ വിഷമം, വർഷയും വിവേകും കൂടി വയനാട്ടിൽ പോയതാണോ അതോ രാഹുലും അഞ്ജുവും കൂടി വിവാഹം കഴിച്ചതാണോ തനിക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് വിവേകിനെ, അതുകൊണ്ട് വിവേകിൻ്റെ കൂടെ വർഷ പോയത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. രാഹുലിൻ്റെ അഞ്ജുവിൻ്റെയും കാര്യം പ്രത്യേകിച്ചൊന്നും ശിവനന്ദ പറയുന്നില്ല. അന്നേരം അങ്കിത്ത് ചോദിക്കുന്നുണ്ട്, അതിന് തന്നെ ഇഷ്ടമാണെന്ന് വിവേക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, താനൊരു വൺ വേ ലവർ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വല്ലതും വിവേക് തന്നോട് പറഞ്ഞിരുന്നായിരുന്നു, വസുന്ധര ആൻറ്റി ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നതാണല്ലോ എന്ന് പറയുന്ന സമയത്ത് അങ്കിത്ത് ചോദിക്കുന്നുണ്ട്, താൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, തൻ്റെ അമ്മ തനിക്ക് ഇഷ്ടമല്ലാതൊരു വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ താനത് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശിവനന്ദ ചോദിക്കുന്നുണ്ട്, വിവേക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ അങ്കിത്ത് നിർബന്ധത്തിന് വഴങ്ങി പറയുന്നുണ്ട്, വിവേകിന് വർഷയാണ് ഇഷ്ടം, വർഷയോടൊത്ത് തനിച്ചു പോകാൻ വേണ്ടിയാണ് തന്നെ ഒഴിവാക്കിയത്, താനുമായിട്ട് ഇന്ന് മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞതുപോലും വിവേകാണ്, അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മീറ്റിംഗ് നടത്തിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ശിവനന്ദ ചോദിക്കുന്നുണ്ട്, അന്നേരം ഇന്ന് നടത്തിയ മീറ്റിംഗ് ഒരു ഫേക്ക് ആയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്കിത്ത് പറയുന്നുണ്ട്, അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, താനൊരുമാതിരി ഫീൽ അടിച്ച് വേറെ വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചാനെ, ഇന്നത്തെ മീറ്റിംഗ് പൂർണ്ണമായിട്ടും ജെനുവിനാണ്, അതെൻ്റെ പൂർണ്ണ തീരുമാനമാണ്, പക്ഷേ ഡേറ്റ് മാത്രം ഞാൻ തീരുമാനിച്ചതല്ല, വിവേക് തീരുമാനിച്ചതാണ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നതെന്ന് അങ്കിത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് ശിവനന്ദ ചിന്തിച്ചിട്ട് അങ്കിത്തിന് താങ്ക്സ് പറയുന്നുണ്ട്. എന്തിനാ ഗുണ്ടകളുടെ മുമ്പിൽ നിന്ന് രക്ഷിച്ചതിനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട്, അല്ല, കുറേ തെറ്റായ ചിന്തകൾ കൊണ്ട് ഞാൻ കുറേ നാൾ കൊണ്ട് നടക്കുമായിരുന്നു, അതിൽ നിന്നെല്ലാം എന്നെ മുക്തമാക്കിയതിന് നന്ദി പറഞ്ഞതെന്ന് ശിവനന്ദ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അഭിരാമി ശിവനന്ദയെ കാണാത്ത ടെൻഷനിൽ വീണ്ടും വീണ്ടും ശിവനന്ദയെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യങ്ങളെല്ലാം വ്യക്തതയായി. വിവേകിൻ്റെ വർഷയുടെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം എല്ലാ ദേഷ്യവും മാറി. ശിവനന്ദ അഭിരാമിയുടെ ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി ചോദിക്കുന്നുണ്ട്, താനിത് എവിടെ പോയെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്കിത്തിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. താനിപ്പോൾ അവിടെ പോയി എന്തിനാന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അഭിരാമി. അതെല്ലാം വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് അഭിരാമി പറയുന്നുണ്ട്. ഈ സമയത്ത് അഭിരാമി ഒരുപാട് ശിവനന്ദയോട് ദേഷ്യപ്പെടുന്നുണ്ട്. താൻ വീട് വിട്ട് ഇറങ്ങിയതിനെ തുടർന്ന് ഞാൻ എത്രത്തോളം ടെൻഷൻ അടിച്ചെന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അഭിരാമി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അഭിരാമിയോട് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല, അങ്കത്ത് നിൽക്കുന്നുണ്ട്. സമയത്ത് അങ്കിത്ത് പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ, അഭിരാമിയുടെ ദേഷ്യം ഞാൻ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ മേടിക്കുന്ന സമയത്താണെങ്കിൽ
അഭിരാമിയുടെ പുളിച്ച തെറിക്ക് മുമ്പ് അങ്കിത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അഭിരാമി സംസാരിച്ച് തീർന്നതിന് ശേഷം അങ്കിത്ത് പറയുന്നുണ്ട്, ഞാൻ ശിവനന്ദയുടെ ഫ്രണ്ടാണ്. അഭിരാമി ഇത്രയും നേരം എൻ്റെ കൂടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കേട്ടോ എന്ന് അഭിരാമി ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ടില്ല, പാതി ആയപ്പോഴാണ് ശിവനന്ദ എനിക്ക് ഫോൺ തന്നതെന്ന് പറയുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിരാമി ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ശിവനന്ദയുടെ ഈ അങ്കിത്ത് ഫോൺ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, താൻ എന്തിനാ അങ്കിത്തിൻ്റെ ഈ ഫോൺ കൊടുത്ത്, അതിനും കൂടി ഞാൻ ഇനി വീട്ടിൽ വെത്തുമ്പം തനിക്ക് ശരിയാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്കിത്താണെങ്കിൽ ശിവനന്ദയെ വീട്ടിലെത്തിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ വസുന്ധര ആൻറ്റി അറിയാതാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്, അതുകൊണ്ട് കാർ ഉള്ളിലോട്ട് കയറണ്ട, അതുമാത്രമല്ല ഒരു ചായ പോലും തരാൻ പറ്റില്ല, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വസുന്ധര ആൻറ്റി കാണുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്കിത്ത് പറയുന്നുണ്ട്, ചായ കുടിക്കാനൊക്കെ ഒഫീഷ്യലായിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയുന്ന സമയത്ത് ശിവനന്ദ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നത്. എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ ഒരു ദിവസം വരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അങ്കിത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്താണെങ്കിൽ ശിവനന്ദയ്ക്ക് സ്നേഹം കൊണ്ട് ഓടിച്ചെന്ന് അങ്കിത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം അങ്കിത്തിനാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്കിത്തിന് മുന്നേ തന്നെ ശിവനന്ദയെ ഇഷ്ടമായിരുന്നു. ഇപ്പം ശിവനന്ദയാണെങ്കിൽ വിവേകിൻ്റെ പിന്നാലെ നടക്കുന്നത് മാറി അങ്കിത്തിനോട് ഇഷ്ടം തുടങ്ങിയെന്ന് അങ്കിത്തിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അഭിരാമി ഡോറ് തുറന്ന് ചെല്ലുമ്പോഴാണെങ്കിൽ ശിവനന്ദയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് അഭിരാമിക്ക് അത്ഭുതമാകുന്നുണ്ട്. ഇവിടുന്ന് പോയ മൂച്ചേട്ട സ്വഭാവം ഒന്നുമില്ലല്ലോ, ഇപ്പം നല്ല സന്തോഷത്തിലാണല്ലോ. എന്തായിരുന്നു അങ്കിത്തിൻ്റെ വീട്ടിൽ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ശിവ പറയുകയും ചെയ്യുന്നുണ്ട്. താൻ എന്തിനാ ഇപ്പോൾ വീട് വിട്ടിറങ്ങി പോയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അന്നേരം ഒരു മണ്ടത്തരം പറ്റിയടോ, താൻ ഇനി അതങ്ങ് വിട് എന്ന് ശിവനന്ദ അന്നേരം അഭിരാമിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര ആൻറ്റിയുടെ മുറിയിൽ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, ഇനി വസുന്ധര ആൻറ്റിയാണ് ഞാൻ വന്നത് കണ്ടു കാണുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, താൻ പോയപ്പോഴും വസുന്ധര ആൻറ്റിയുടെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, താൻ അതറിഞ്ഞിട്ടല്ലേ പോയെന്ന് അഭിരാമി കളിയാക്കി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ശിവ പറയുന്നുണ്ട്, താൻ എന്തായാലും അതൊന്ന് വിടടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനത് വിടാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഇപ്പോൾ എവിടുന്ന് വന്നെന്ന് ചോദിക്കുന്ന സമയത്ത് അഞ്ചു പറയുന്നുണ്ട്, ഞാനും രാഹുലും ഇവിടെ എല്ലാം നിന്നെ തപ്പി നടന്നെയായിരുന്നു, ഇപ്പം നീ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നേ. അന്നേരം രാഹുൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് അഞ്ചു പറയുന്നുണ്ട്, രാഹുൽ പുറത്ത് ഇപ്പോൾ ഉണ്ട്, ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ വരൂ എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പം പോകുവാണെന്ന് ചോദിക്കുന്ന സമയത്ത് അഞ്ചു പറയുന്നുണ്ട്, നാളെ ഞാൻ വർഷയുടെ മാത്രമേ ഇങ്ങോട്ട് വരുന്നുണ്ട്, വർഷയുടെ കൂടെ വന്നില്ലെങ്കിൽ ആൻറ്റി ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവ പറയുന്നുണ്ട്, നീ ഇത്രയും നാളും എന്നോട് പറയാതെ എൻ്റെ ഒറ്റ കസിനെ വിവാഹം കഴിച്ച കാര്യം പോലും പറയാതിരുന്നുകൊണ്ട് നിനക്ക് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ചു പറയുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായി പോയി, വിക്രമൻ്റെ ഹരിതയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, അന്നേരം വർഷയോട് പറയാൻ പറ്റുമായിരുന്നല്ലോ, പിന്നെന്താ ഞങ്ങളോട് പറഞ്ഞാലെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അഞ്ചു പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എല്ലാ പഴിയും ഏറ്റുവാങ്ങിയത് വർഷയാണ് രാഹുലിൻ്റെ കാമുകിന്നും പറഞ്ഞ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നായിരുന്നു, പാവ എല്ലാ കുറ്റവും സ്വയം ഏറ്റുവാങ്ങി നടക്കുമായിരുന്നു എന്നൊക്കെ അഞ്ചു പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പായി അവർ പരസ്പര സ്നേഹത്തോടെ നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.